ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഇന്നലെ ചെയ്ത വീഡിയോയെക്കുറിച്ച് കുറേ പ്രതികരണങ്ങൾ നമ്മുടെ മാന്യ പ്രേക്ഷകരുടെ വന്നു. പൂവാറിൽ കപ്പൽ നിർമ്മാണശാല വരില്ല, HD ഹുണ്ടായിയുടെ കപ്പൽ നിർമ്മാണശാല കേരളത്തിന് പുറത്താണ് വരാൻ പോണത് എന്ന രൂപത്തിൽ ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോ, അതെല്ലാം അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ കുറേ നമ്മുടെ മാന്യ പ്രേക്ഷകർ പലരും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ വന്നിട്ട്, എന്തുകൊണ്ട് കേരളം ഒരു പ്രപ്പോസൽ കൊടുക്കുന്നില്ല, പൂവാറിൽ തന്നെ ഒരു കപ്പൽ നിർമ്മാണശാല വരണം, എന്തുകൊണ്ട് പ്രപ്പോസൽ കൊടുക്കുന്നില്ല? അല്ല, മറുപടി ഇന്ന് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. എന്തിന് പ്രപ്പോസൽ കൊടുക്കണം? വിഴിഞ്ഞം നമ്മുടെ മുന്നിലുണ്ട്. വിഴിഞ്ഞത്തിന് വേണ്ടി കേന്ദ്രം എന്ത് ചെയ്തു? ഇന്നലെ ചോദിച്ചതിൻ്റെ ബാക്കി ചോദിക്കുകയാണ്, നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കുകയാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയത് ആരാണ്? അത് പിണറായി സർക്കാർ, LDF സർക്കാരും അദാനിയുമാണല്ലോ. ഒന്നാം ഘട്ടം, 2, 3, 4 ഘട്ടത്തിന് അനുമതിക്ക് വേണ്ടി കാത്തു കിടക്കുക വേഴാമ്പലിനെ പോലെ. എന്താ മോദി സർക്കാർ തരാത്തത്? എന്നിട്ട് പിന്നെ വിഴിഞ്ഞത്തിന് അനുഭവം ഇതാണ്. എന്തേ അനുമതി തരാത്തത്? 2, 3, 4 ഘട്ടത്തിന് 10,000 കോടി രൂപ ആദ്യഘട്ടത്തിലും, പിന്നീട് ഇപ്പോൾ 10,000 കോടി കൂടെ അദാനി പ്രഖ്യാപിച്ചത്, അദാനി പോർട്സ്. എന്തേ കേന്ദ്ര അനുമതി വൈകിക്കുന്നത്? എല്ലാ പേപ്പറുകളും ശരിയാക്കി കേരളം കൊടുത്തല്ലോ. ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ഭാഗത്തുനിന്ന് വല്ല വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ മോദി സർക്കാരിനെ ചൊറിയത്തില്ല, ഒന്നും പറയത്തില്ല, എല്ലാം പിണറായി സർക്കാരിന്റെ തലയിലിരിക്കട്ടെ. ഈ മനോഭാവത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. പൂവാറിന് വേണ്ടി, കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി കേന്ദ്രത്തെ പോയി കേരളം ഇനി കാണണമെന്ന് പറയുന്നത് എന്തിനാണ്? എന്തടിസ്ഥാനത്തിലാണ്? വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം, മോദി സർക്കാർ എടുത്ത നിലപാടെന്താണ്? പറയൂ, ഓരോരുത്തരും പറയൂ കാര്യങ്ങൾ. ഈ നമ്മൾ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, എച്ചിൽ തിന്നാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എച്ചിൽ, ലെഫ്റ്റ് ഓവേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. വിഴിഞ്ഞത്തിന്റെ ഒറ്റ അനുഭവം കൊണ്ട് തന്നെ കേരളം പഠിച്ചു, കേന്ദ്രത്തിൽ നിന്നൊരു മണ്ണാങ്കട്ടയും കിട്ടാൻ പോകുന്നില്ല. ഇനി എച്ചിൽ തിന്നാൻ കേന്ദ്രത്തിൽ അടുത്ത അപേക്ഷയായിട്ട് പൂവാറിൽ ഇതുണ്ടാക്കാൻ, കപ്പൽ നിർമ്മാണശാല ഉണ്ടാക്കാൻ കേരളം പോകണമത്രേ. പറയുന്നതിനൊക്കെ നമുക്കൊരു മര്യാദ വേണ്ടേ? ഈ മര്യാദകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഗീവ് ആൻഡ് ടേക്ക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, മര്യാദകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ, BJP നയിക്കുന്ന സർക്കാർ എന്ത് ഗീവ് ആൻഡ് ടേക്കാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ? 5 പൈസ മുടക്കിയിട്ടുണ്ടോ കേന്ദ്ര ഫണ്ടിൽ നിന്ന്? ഇവിടുന്ന് വരുമാനം കൂടുതലും പോകുന്ന ആർക്കാണ്? കേന്ദ്രത്തിനല്ലേ. എന്നിട്ടിപ്പോൾ വന്നിരുന്ന് നമ്മളുടെ പ്രേക്ഷകർ ന്യായം പറയും, റോഡില്ല, റെയിലില്ല. റോഡും റെയിലും ഉണ്ടാക്കേണ്ടത് ആരാണ്? ദേശീയപാത വികസനത്തിന് കേന്ദ്രത്തിന് അനുമതി വേണ്ടേ? വിഴിഞ്ഞവും ദേശീയപാതയെ കണക്ട് ചെയ്തതിന് കേന്ദ്രത്തിന് അനുമതി വേണ്ടേ? ആ റോഡ് പണി, ഫൈനൽ റോഡ് ഉണ്ടാക്കാൻ ഇതുവരെ അനുമതി കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു രാജ്യമല്ല കേരളം, ഒരു സംസ്ഥാനം മാത്രമാണ്, വെറും ഒരു സംസ്ഥാനം മാത്രമാണ്. ഇവിടെ ഒരു നാഷണൽ ഹൈവേ ഉണ്ടാക്കാൻ, ഇവിടെ ഒരു റെയിൽ പാത ഉണ്ടാക്കാൻ, ഇവിടെ ഒരു തുറമുഖം ഉണ്ടാക്കാൻ, ഇവിടെ ഒരു കപ്പൽശാല ഉണ്ടാക്കാൻ, നിർമ്മാണശാല ഉണ്ടാക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ കേരളയിൽ എന്തായി? എരുമേലി വിമാനത്താവളം എന്തായി? ശബരിമല വിമാനത്താവളം കേന്ദ്ര അനുമതി കിട്ടാതെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നടത്താൻ പറ്റുമോ? എയർപോർട്ട്, സീപോർട്ട്, റെയിൽ, നാഷണൽ ഹൈവേ, ദേശീയപാത ഉൾപ്പെടെ എല്ലാം കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടാതെ ഇവിടെ എന്തെങ്കിലും കേരള സർക്കാരിന്, പിണറായി സർക്കാരിന്, അല്ലെ LDF, UDF ആര് ഭരിച്ചോട്ടെ ചെയ്യാൻ പറ്റുമോ? നടക്കൂല. എന്നിട്ട് എച്ചിൽ കിട്ടാൻ വേണ്ടി ഇനിയും പൂവാറിന് വേണ്ടി കേന്ദ്രത്തിൽ കൊണ്ട് അപേക്ഷ അങ്ങോട്ട് തള്ളിക്കൊടുക്കണം അത്രേ. എന്തായി വിഴിഞ്ഞത്ത് സംഭവിച്ചത്? അതിന്റെ ബാക്കിയല്ല ഇനിയും പൂവാറിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ അനലൈസ് ചെയ്ത് വിലയിരുത്തി പറഞ്ഞാണ്, HD ഹുണ്ടായി ഇന്ത്യയിൽ കപ്പൽ നിർമ്മാണശാല വൈകാതെ തുടങ്ങും. അത് കേരളത്തിൽ വരത്തില്ല. വരാത്തതിന്റെ സാഹചര്യം ഇതാണ്, വരാൻ അനുവദിക്കത്തില്ല. അല്ലാതെ പിണറായി സർക്കാർ കൊണ്ട് അപേക്ഷ കൊടുത്താലേക്ക് വരുമെന്നൊന്നും വിചാരിക്കേണ്ട. ആൾക്കാരെ വിഡ്ഢികളാക്കരുത്. മാപ്രകളും കുറെ യൂട്യൂബർമാരും വന്നിരുന്നിട്ട് തള്ളിയിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കരുത്. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അതുകൊണ്ട് HD ഹുണ്ടായിയുടെ കപ്പൽ നിർമ്മാണശാല ആന്ധ്രയിലോ കർണാടകയിലോ അല്ലെ ഒഡീഷയിലോ ഗുജറാത്തിലോ എവിടെയെങ്കിലും വരും, വന്നോട്ടെ, സഹിച്ചു കൊടുക്കുക. മലയാളിക്ക് ആദ്യം എൻ്റെ സ്വന്തം നാടിനോടൊരു സ്നേഹം വേണം. വെറുതെ വന്നിരുന്ന് രാഷ്ട്രീയം പറയരുത്. വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് ഞങ്ങൾ ഇന്നലെ സൂചിപ്പിച്ചതാണ്. വന്നിരുന്ന് വർത്താനം പറയാൻ എളുപ്പമാണ് ആർക്കും, മാപ്രകൾക്കും യൂട്യൂബർമാർക്കും.
എന്തേ പുവാറിൽ തുടങ്ങാൻ പിണറായി സർക്കാർ വിചാരിച്ചാൽ മാത്രം നടക്കുമോ? എന്ത് വിഡ്ഢിത്തരം വന്നിരുന്ന് എഴുന്നള്ളിക്കുന്നത്? അതുകൊണ്ട് എച്ചിൽ തിന്നാൻ ഉദ്ദേശമില്ല, ലെഫ്റ്റ് ഓവേഴ്സ് വേണ്ട. മര്യാദക്കൊരു ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം, കണ്ടെയ്നർഷിപ്പ് പോർട്ട് കേരളത്തിൽ നിർമ്മിച്ചത് പിണറായി സർക്കാരാണ്, നരേന്ദ്രമോദി സർക്കാരല്ല. പിന്നെ അദാനിയായിട്ടുള്ള കരാറുണ്ടാക്കി ഉമ്മൻചാണ്ടി സർക്കാരുണ്ടാക്കി, അത് നടപ്പാക്കിയത് പിണറായി സർക്കാരിന് എല്ലാവർക്കും അറിയാം. അതിനകത്ത് പല പല നിബന്ധനകളും അദാനിക്ക് അനുകൂലമാണ്. സംഭവിച്ചു പോയി. ആരാ ഒപ്പിട്ടത് ആദ്യത്തെ പിന്നെ പ്രധാന ധാരണാപത്രം? പിണറായി സർക്കാരാണോ? പിണറായി വിജയനാണോ? ഉമ്മൻചാണ്ടി ഒപ്പിട്ട് കൊടുത്തിട്ട് എല്ലാം അദാനിക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് പോലും ഇത് യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം. ഇനി 2, 3, 4 ഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കുക വേണമെങ്കിൽ പോലെ അനുമതി കേന്ദ്രം ഈ തരാൻ എന്താ ബുദ്ധിമുട്ട്? എല്ലാ കാര്യങ്ങളും കേരളം ക്ലിയർ ചെയ്തിട്ട് തരാൻ ബുദ്ധിമുട്ട്. ഇതിനെപ്പറ്റി എന്താ നിങ്ങൾ അന്തി ചർച്ച ചെയ്യാത്തത്? ഇവിടുത്തെ കുറെ ചാനലുകൾ ഉണ്ടല്ലോ, മാപ്രകളുടെ ചാനലുകൾ, കുറെ യൂട്യൂബർമാരുണ്ടല്ലോ, എന്താ ചർച്ച ചെയ്യാത്തത്? ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പൂവാറിൽ ഒരു കുന്തവും വരുന്നില്ല. കേരള സർക്കാർ അപേക്ഷ കൊണ്ട് കൊടുക്കണം, അത്രേ. സൗകര്യമില്ല, മനസ്സിലായോ? സൗകര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ചെയ്തു.